വ്യാജ സ്വർണ്ണാഭരണങ്ങൾക്കെതിരായ സംരക്ഷണവും സുരക്ഷയും ഉറപ്പാക്കാൻ കൂടുതൽ നടപടികൾ. ഇന്ത്യയിലുടനീളമുള്ള കൂടുതൽ ജ്വല്ലറികളിലേക്ക് നിർബന്ധിത സ്വർണ്ണ ഹോൾമാർക്കിംഗ് വ്യാപിപ്പിച്ച് കേന്ദ്ര സർക്കാർ. മലയാളികളുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ആഭരണമാണ് സ്വർണം. മലയാളികൾക്ക് സ്വർണത്തോടെന്നും ഒരു പ്രത്യേക താല്പര്യം തന്നെയാണ്. എന്നാൽ സ്വർണ്ണവില 1,00,000-ന് മുകളിൽ, അതായത് റെക്കോർഡ് ഉയരത്തിൽ നിൽക്കുന്നത് എല്ലാവരുടെയും ചങ്കിടിപ്പ് കൂട്ടുന്ന ഒന്നു തന്നെയാണ്. നമുക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ. ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണമാണ് ഇവിടേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും ഇന്ത്യയിലെ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഇപ്പോൾ റെക്കോർഡ് ഉയരത്തിലാണെങ്കിലും ഒരുതരി പൊന്നെങ്കിലും വാങ്ങാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. എന്നാൽ സ്വർണം വാങ്ങുമ്പോൾ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ സ്വർണം വാങ്ങുമ്പോൾ നിങ്ങൾ പരിശോധിക്കേണ്ട പ്രധാന കാര്യങ്ങളുമുണ്ട്. ഹോൾമാർക്ക് എന്നത് ഇന്ത്യയിൽ വിൽക്കുന്ന സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ഔദ്യോഗിക അടയാളമാണ്. ഇത് കൃത്യമായി പരിശോധിക്കണം. ഇത് ആഭരണങ്ങൾ BIS മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പു നൽകുന്ന ഒന്നുകൂടി. ഇന്ത്യയിലുടനീളം 13,700 BIS ഹോൾമാർക്ക് ചെയ്ത ജ്വല്ലറി ഷോറൂമുകളും 435 BIS അംഗീകൃത അസോയിങ് ഹോൾമാർക്കിംഗ് കേന്ദ്രങ്ങളുമാണ് പ്രവർത്തിക്കുന്നത്. ഹോൾമാർക്ക് ചെയ്ത ആഭരണങ്ങളുണ്ടെങ്കിലും ചില ഹോൾമാർക്കിംഗ് സെന്ററുകളുടെ ഗുണനിലവാരവും വിശ്വാസ്യതയും സംബന്ധിച്ച് പലപ്പോഴും ആശങ്കകൾ ബാക്കി നിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇപ്പോൾ കൃത്യമായ നടപടികൾ വരാനുള്ളൊരു സാധ്യത തന്നെയാണ് മുന്നിലുള്ളത്. ഇതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കുകയാണ്. 2026 ഭേദഗതി വിജ്ഞാപനത്തിലൂടെ ഇന്ത്യയിലുടനീളമുള്ള കൂടുതൽ ജ്വല്ലറികളിലേക്ക് നിർബന്ധിത സ്വർണ്ണ ഹോൾമാർക്കിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ. ചില ജില്ലകളിലെ ജ്വല്ലറി കടകൾക്ക് BIS ഹോൾമാർക്കിംഗ് ഇല്ലാത്ത ആഭരണങ്ങൾ വിൽക്കാൻ കഴിയില്ല എന്ന് സാരം. ഈ നടപടി ഇന്ത്യയുടെ വലിയൊരു ഭാഗത്തെ നിർബന്ധിത BIS സ്വർണ്ണാഭരണ ഹോൾമാർക്കിംഗ് ചട്ടക്കൂടിന് കീഴിൽ കൊണ്ടുവരുമെന്നും ഉറപ്പിക്കാം. അതായത് ഉപഭോക്താക്കൾക്ക് വ്യാജ സ്വർണ്ണാഭരണങ്ങൾക്കെതിരായ സംരക്ഷണവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനു വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു പദ്ധതി കൊണ്ടുവരുന്നത്. രാജസ്ഥാനിലും ഗുജറാത്തിലും തെലങ്കാനയിലും ഒഡീഷയിലും കർണാടകയിലെയും ചില ജില്ലകളിലാണ് ഇത്തരം BIS ഹോൾമാർക്കിംഗ് ഉറപ്പാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.